അല്ല മച്ചാമാരെ, നമ്മുടെ ചാനലിലേക്ക് പിന്നെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വേനൽക്കാലത്ത് മിറ്റടിക്കാൻ വേണ്ടി ചൂലുണ്ടാക്കാണ്. മറ്റേ അടക്കയല്ലേ, അടക്കയുടെ ഇല വെച്ചാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ ചൂലൊന്നും അധികം കാണാൻ പറ്റില്ല. കാരണം ഇന്നത്തെ കാലത്ത് മിക്കവരും റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നവരാണ് ചൂല് വാങ്ങുന്നത്. എന്ത് കഷ്ടമാണെന്ന് അറിയുമോ ഇന്നത്തെ കാലത്തിൻ്റെ പോക്കേ. നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇത് എളുപ്പമാണെന്ന് ചോദിക്കും, പക്ഷേ ഇത് നല്ല പാടാട്ടോ. ഓരോ ഇലകളെടുത്ത് ഓരോന്നും അതിനനുസരിച്ച് പാകത്തിന് മുറിച്ച് അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ വല്യമ്മയാണ്, എൻ്റെ വാപ്പച്ചിയുടെ ഉമ്മയാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ ചീമണുണ്ടോ, എന്ത് പാടിട്ടാണ്, കൈ മുറിയാൻ സാധ്യതയാണ് കേട്ടോ. അപ്പോൾ ഒരു സേഫ്റ്റി മെഷേഴ്സ് ഇല്ലാതെയാണ് ഉമ്മ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. ഇത് ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടാ. ഈ ചൂലുണ്ടാക്കാൻ എടുക്കുന്ന ഇല പച്ചയായിരിക്കും, അത് ഉണക്കിയിട്ടാണ് ചൂലുണ്ടാക്കാൻ എടുക്കുന്നത്. പിന്നെ സാധാരണ നല്ല സമയം എടുക്കുമെന്ന് പറഞ്ഞു, പക്ഷേ ഉമ്മ 10-20 മിനിറ്റിൽ 2 ചൂലൊക്കെ ഉണ്ടാക്കി കഴിയും. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ചുള്ളൊക്കെ അറിയില്ലെങ്കിൽ ഇത് കണ്ടോട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വീഡിയോ ഉണ്ട്, ബാക്കി വീഡിയോ കിടക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടുകൊണ്ട് വരെ. ഉമ്മാക്ക് കൂട്ടിന് ഉമ്മാനെ സഹായിക്കാനായിട്ട് പൊന്നും കൂടി ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവരിങ്ങനെയെന്ന് ഓരോന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മാൻ്റെ സമയം പോവും. അങ്ങനെ ഉമ്മാക്ക് ബോറടിയില്ലാതെ അവർ നോക്കണ്ട്.
അപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ എടുക്കണേയും ചൂലുണ്ടാക്കണേ കണ്ടിട്ട് ഞങ്ങളുടെ നെയ്ബർ ഒന്നുണ്ടോ, സുലുത്താന്ന പേര്, എപ്പോഴും വരാറുണ്ട്. വന്നിട്ട് ഉമ്മായിട്ട് എന്തെങ്കിലും സംസാരിച്ച് ചെയ്യും, അല്ലെങ്കിൽ ഉമ്മാനെ സഹായിക്കും. ഇവർ നല്ല കൂട്ടാട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചൂല് വേനൽക്കാലത്ത് അടിക്കാൻ പറ്റിയ നല്ല ചൂലാട്ടോ. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടിയും ഓൺ ചെയ്തിട്ടോ. എന്നാലും ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേഷൻ വരുള്ളൂ.